ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം 13. മുസ്ഹഫിലെ 6 പദങ്ങളിൽ അലിഫുകളുടെ മുകളിൽ കാണുന്ന കുത്തനെ നീളത്തിലുള്ള ഈ ചെറിയ പൂജ്യം ഈ അലിഫ് ചേർത്തോതുമ്പോൾ ഉച്ചരിക്കേണ്ടതല്ലെന്നും ആ പദങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ അലിഫ് ഉച്ചരിക്കണം എന്നും അറിയിക്കുന്നു. ഒന്നാമതായി, മുസ്ഹഫിലെ എല്ലാ അന എന്നുള്ള പദങ്ങളിലും ഈ ചിഹ്നം കാണാം. അതായത് അവ ചേർത്തോതുമ്പോൾ അലിഫ് ഉച്ചരിക്കാതെ അന അക്സർ, അന ആതീക ബിഹ് എന്നിങ്ങനെയാണ് ഓതുക. നിർത്തുന്ന പക്ഷം അലിഫ് ഉച്ചരിച്ചുകൊണ്ട് അന എന്ന് വഖഫ് ചെയ്യേണ്ടതാണ്. ഇത് വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും വഖഫ് അനുയോജ്യമായ സ്ഥലമാണ് എന്ന് ഇതിനർത്ഥമില്ല. ശ്വാസക്കുറവ് പോലുള്ള അനിവാര്യതയ്ക്ക് വേണ്ടിയും വഖഫ് ചെയ്യുമല്ലോ. ഇപ്രകാരം തന്നെ സൂറത്തുൽ കഹ്ഫിലെ ലാകിന്ന, സൂറത്തുൽ ഇൻസാനിലെ ഖവാരിറ, സൂറത്തുൽ അഹ്സാബിലെ അദ്ദുനൂന, അർ-റസൂല, സബീല എന്നീ 5 പദങ്ങളിലും കൂടിയാണ് ഈ ചിഹ്നം വന്നിട്ടുള്ളത്. ഉദാഹരണം, വഅക്വാബിൻ കാനത് ഖവാരീറ എന്ന് വഖഫ് ചെയ്യുകയും വഅക്വാബിൻ കാനത് ഖവാരീറ ഖവാരീറ മിൻ ഫിദ്ദഹ എന്ന് ചേർത്ത് ഓതുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഖവാരീറ എന്ന പദത്തിൽ ഈ ചിഹ്നമല്ല ഉള്ളത്. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖവാരീർ എന്ന് അലിഫ് ഉച്ചരിക്കാതെയാണ് വഖഫ് ചെയ്യേണ്ടത്. മറ്റൊരു ഉദാഹരണം, വതദുന്നൂന ബില്ലാഹി ദുനൂന എന്ന് അലിഫ് ഉച്ചരിച്ചുകൊണ്ട് വഖഫ് ചെയ്യുകയും വതദുന്നൂന ബില്ലാഹി ദുനൂന ഹുനാലിക ബതുലിയൽ മുഅ്മിനൂൻ എന്ന് അലിഫ് ഉച്ചരിക്കാതെ ചേർത്തോതുകയും ചെയ്യുന്നു. സൂറത്തുൽ ഇൻസാനിലെ സലാസില എന്ന സ്ഥലത്തും ഇതേ നിയമം പാലിക്കാമെങ്കിലും വഖഫ് ചെയ്യുമ്പോഴും അലിഫ് ഉച്ചരിക്കാതെ സലാസിൽ എന്നോതുന്ന രൂപമാണ് പ്രമുഖമായത് എന്നതിനാൽ അവിടെ ഈ ചിഹ്നമല്ല നൽകിയിട്ടുള്ളത്. ഇതുൾപ്പെടെ ഖുർആനിൽ ആകെ ഇത്തരം 7 പദങ്ങളാകയാൽ ഇത് അൽ അലിഫാത്തു സബ്അത്തു ഫിൽ ഖുർആൻ, ഖുർആനിലെ 7 അലിഫുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. സലാസില എന്ന പദത്തിന് മുകളിൽ കൊടുത്തിട്ടുള്ള അല്പം വ്യത്യാസമുള്ള പൂജ്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ